താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരെയും പരിചയപ്പെടുത്താനില്ല. ഇല്ല, തിരിച്ചു വന്നു. മാരണം ഉറക്കം കളയും മനുഷ്യന്റെ. വിളിച്ചാ വരത്തില്ല, ഷൂട്ടിന് വരത്തില്ല. കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ വന്നില്ലേ. കംപ്ലൈന്റോ? വണ്ടിക്ക് കംപ്ലൈന്റ് ഞാൻ വന്നില്ലേ. വിശാഖ് നമുക്ക് എപ്പോഴും വള്ളി തരുന്ന സ്ഥിതിക്ക് അത് വേണോ? നീ 3-4 ആഴ്ചയായി എന്നെങ്കിലും കൊണ്ടുവന്നിട്ട് എടുത്തു വെച്ച് കാണിക്കണം മിസ്റ്റർ. നിന്റെ മണ്ടത്തരം കേൾക്കാൻ നാട്ടുകാർക്ക് ഇഷ്ടമായി. ആൾക്കാർ വെയിറ്റിംഗ്. ഞാൻ കാണിക്കാം എന്റെ മണ്ടത്തരോ. ഉപയോഗിച്ച് മൂർച്ച പോയ ബ്ലേഡുള്ള ഇത് അകാരോടെ പുതിയൊരു പ്രൊഡക്റ്റാ. പുതിയ പ്രൊഡക്റ്റ് അല്ലേ, കുറച്ച് നാളായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരു മിക്സിയാ, മിനി മിക്സിയാ. ഇങ്ങനെ ഇട്ടു. എനിക്ക് മനസ്സിലായില്ല ഇതെല്ലാം കൂടി ഇടുന്നത്. നമ്മൾ ചുമ്മാ ഇട്ട് പരീക്ഷിച്ച് നോക്കും. മതി മതി മതി. ഇപ്പൊ ഈ ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് നമ്മളിപ്പോ നീ ഇപ്പൊ ഒരു സ്ഥലത്തോട്ട് പോകും, അല്ലെങ്കിൽ ക്യാരവാനൊക്കെ ആയിട്ട് ചില ആൾക്കാർ ഇപ്പൊ പുതിയതായിട്ട് വരുന്നുണ്ട്. പിന്നെ കപ്പിൾസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് വലിയ ഇലക്ട്രിസിറ്റി ഒന്നും ആ വണ്ടിയിൽ കാണണമെന്നില്ല. എന്തെങ്കിലും എൻജോയ്മെന്റ് ഒക്കെ വേണമെങ്കിൽ നേരെ ഇത്ര സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അടിക്കും. ഇത്ര പോകുന്നു നല്ല ടേസ്റ്റ്, നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ കവറിന്റെ അകത്ത് ആക്കിയിട്ടാണേലും നമുക്ക് ഇങ്ങനെ കുലുക്കിയിട്ട് കഴിക്കാം. പിന്നെ ഇത് മേടിക്കണ്ടല്ലോ, കവറിനകത്ത് കുലുക്കിട്ട് തിന്നില്ല. അപ്പൊ ഈ സവാള നീ വന്ന് അരിഞ്ഞ് അറിയൂലോ. എന്നിട്ട് ഇത് അതൊന്ന് അരിച്ചിട്ട് തുപ്പിടുവോ? അപ്പൊ ഞാൻ ചവയ്ക്കണം. നീ വാ തുറക്കണം. ശരി, ഞാനിപ്പോ തുറക്കാം. നീ ഒന്ന് ചെയ്തേ. അല്ല ചെയ്യ്. എത്ര രൂപ ഇതിന്? ഇതിന് 800 രൂപ. പവറുണ്ട്. ഞാൻ ചിലമാര് കൊണ്ടുവന്ന വാഷിംഗ് മെഷീൻ പോലല്ല. അതെ എനിക്കും പറയാനുള്ളൂ. നീയാ വാഷിംഗ് മെഷീൻ? അതെ കൊള്ളാം, സാധനം കൊള്ളാം. നീ ഇത് ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ അടിച്ചേക്കാം. എന്റെ ഇന്നത്തെ പ്രോഡക്റ്റ് ഞാൻ കൊണ്ടുവരാൻ പോവാ. മാമന്മാരെ എനിക്ക് കേറാൻ പറ്റും. മാറങ്ങോട്ട് അതാരെ കാണിക്കാൻ പറ്റിയ എന്നോട് ഇത് ശരിക്കും ചെരുപ്പാണത്. ഇതൊക്കെ മനുഷ്യന്മാരിട്ടോണ്ട് ഒട്ടുന്നുണ്ടല്ലോ ഇത്. ശരിയാണല്ലോ. അത് മീനിന്റെ ടെക്സ്ചർ ഉണ്ട് അതിനകത്ത്. ഓ മണമുണ്ടോ? മത്തിയുടെ വല്ല മണം. അതും കൂടെ ഞാൻ പറയാനുള്ളൂ. എന്താണ് ഈ സാധനമൊക്കെ? അതല്ലേ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തല്ലിയാലും ചെരുപ്പുകൊണ്ട് തല്ലിന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ തല്ലിയോ? വെറൈറ്റി സാധനം. ഇതിന് 300 ഇത് എവിടെ നിന്ന് കിട്ടി? ആമസോണിലുണ്ട്. അടിച്ചിട്ട് പോടാ. വെറൈറ്റി പ്രോഡക്റ്റാ. നല്ല കൗതുകത്തോടെ എന്തെങ്കിലും ചോദിക്കാൻ പച്ചടിക്കാന്ന് വിചാരിക്കും. പിന്നെ അഹങ്കാരം. വലിയ കുഴപ്പമില്ല സാധനം. എന്റെ പ്രൊഡക്റ്റ്. അതെ, ദിസ് ഈസ് മൈ പ്രൊഡക്റ്റ്. അതെ. നമ്മള് മറ്റേ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോ മറ്റേ ഫോസറ്റ് വെക്കുന്ന സാധനം ഉണ്ടല്ലോ. ഏതാ ഫോസറ്റ്? എന്നതാ മറ്റേ ഫോസറ്റ് വെക്കുന്ന സാധനം എപ്പോഴും ഒടിഞ്ഞു പോകുന്നത് എല്ലാവർക്കും പറ്റുന്ന സാധനം. ഒടിഞ്ഞു പോയാല് അങ്ങനെ പോകാറില്ല. അങ്ങനെ പോയിട്ടുള്ള അത് ഉപയോഗിക്കണം. നിനക്ക് അതെന്നാന്ന് അറിയാമോ? എനിക്കറിയാം. അത് നമ്മളത് പ്രവൃത്തി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി പ്രവൃത്തി ചെയ്യണം. അല്ലാതെ അവിടെ നിന്ന് എഴുതിട്ട് ബാക്കി പോകരുത്. കാട്ടിൽ പോയി താമസിക്കുന്നവരൊക്കെ ഇതൊക്കെ ആവശ്യം വരും. കാട്ടിലെവിടെയാ വെള്ളം, ഇതുമായിട്ട് പോകും. അവിടെ എവിടെയും ഒട്ടിച്ചു വെക്കും. വെള്ളം വന്നിട്ട് കപ്പും തൊട്ടിയല്ലേ അതേ വെക്കും. എന്നിട്ട് എടുത്ത് ഉപയോഗിക്കുക. അതേ ഉണ്ടോ? എന്നാലും കപ്പും തൊട്ടി ഉപയോഗിക്കുന്നുണ്ട്. സുഹൃത്തെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒടിഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് അല്ല, ഈ ഒടിഞ്ഞു പോകാൻ മാത്രം അവിടെ എന്നെ കാണിക്കുന്നത്. കാരണം നമ്മൾ സ്ഥിരമായിട്ടൊരു വസ്തു ഉപയോഗിക്കാന്ന് വെച്ചോ, അത് കാലം ഒടിഞ്ഞു പോകും. അത് ഉപയോഗിക്കണം സ്ഥിരമായിട്ട്. എന്റെ ബുദ്ധിയൊക്കെ അങ്ങനെ പോയതുപോലെ ഇങ്ങനെ തമ്മിൽ തല്ലല്ലേ ഇമാര് ആസ്വദിക്കുക. അങ്ങനെ ഒടിഞ്ഞു പോകുമ്പോ നമുക്ക് ഇനി ഈസി ആയിട്ട് ഇത് കടയിൽ നിന്ന് മേടിക്കുക, ഇത് പീൽ ഓഫ് ചെയ്യുക, ഒട്ടിച്ചു വെക്കുക, പ്ലംബറെ വിളിക്കണം, അങ്ങനെ പൈസ കൊടുക്കണം, മറ്റേ സാധനം മേടിക്കാൻ പോണം. പിന്നെ ടൈലെ സ്ക്രൂ ചെയ്താൽ അത് പൊട്ടിപ്പോകും. സാമാന്യം ടോയ്ലറ്റ് എല്ലാവരും ടൈലല്ലേ സുഹൃത്തെ ഒട്ടിക്കാനില്ലാത്ത വീടുകളുണ്ട് കേരളത്തിൽ. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തന്നെ മേടിച്ച് നമുക്ക് തന്നെ ഒട്ടിച്ചിട്ട് ആ പ്രശ്നം അങ്ങോട്ട് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നേരത്തെ ഇരിക്കുന്ന സാധനം അങ്ങോട്ട് ഊരി കളയുക, ഇതങ്ങോട്ട് ജസ്റ്റ് പീൽ ചെയ്യുക, ഒട്ടിച്ചു വെക്കുക. ഇതിനകത്ത് കേറുവോ?
ആര് കയറും? ഈ പൈപ്പ് കീറില്ല. കയറും. അതിനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഇതല്ലേ വണ്ണം കുറഞ്ഞു വരുമല്ലേ. അപ്പൊ ഏത് ടൈപ്പും കയറി അതിനകത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നോക്കിട്ട് സുഹൃത്തെ അത് കയറും. സുഹൃത്തെ കയറാതിരുന്നാ മതി. കയറും. അടിക്കടാ. നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നല്ലേടാ അല്ലേ? അടിക്കടാ കൊച്ചാ. അതെന്നെ പരിപാടി അത്. ചക്കയരക്കോ ഇത് കണ്ടോ? ആ വലിക്ക് വലിക്ക്. ആ ഓട്ടെ. കയ്യെല്ലാം ഇതെന്നതാടാ ഇത് ആ അലുമിനിയം. അത് ഇതെന്ന് പറഞ്ഞാൽ നീ നെയ്മിന് പഠിക്കും. അത് ഇത് കുറച്ച് എങ്ങനെ പറയണത്? അത് ഇത് ഏത് ഇത് അലുമിനിയം. അലുമിനിയം കേട്ട് അലുമിനിയം പോലുള്ള വാട്ടർ പ്രൂഫ് സീലിംഗ് ടേപ്പാണിത്. എവിടെ വാട്ടർ ലീക്കേജ് ഉണ്ടെങ്കിലും ഇത് ഒട്ടിക്കാം. ചളി ഒട്ടിക്കാൻ പറ്റുമോ? ആദർശിന്റെ വായ മൊത്തം പെർമനന്റ് ഇങ്ങനെ വട്ടത്തിൽ ഒട്ടിച്ചാൽ മതി. ഇത് പശയില്ലല്ലോ. പശ റിമൂവ് ചെയ്യണം. ഇത് ഉണ്ട്. ഇത് ഇവിടെ ഒരു ലെയർ ഉണ്ട്. ഈ ലെയർ ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോ അതിനകത്താ പശ ഇതുണ്ട്. ഇങ്ങനെ ഇരിക്കും. ആദർശിന്റെ വായിലൊട്ടിക്കാം. എടാ ഈ സാധനത്തിന് വെറും 139 രൂപ. ഞാൻ പറഞ്ഞ പോലെ പ്രൂഫിംഗ് ഷീറ്റിനൊക്കെ ചെറിയ ഹോളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മുകളിൽ ചാക്കല്ലേ എക്സ്റേ ഷീറ്റ് ഒക്കെ എടുത്ത് വിരിക്കുമല്ലോ. അതാണ് വിരിച്ചാൽ പോലും ഇടയ്ക്ക് കൂടെ ഒക്കെ ഒഴുകി ലീക്കാവും. ഈ സാധനം ചുമ്മാ ഒട്ടിച്ചാൽ മതി. ഇതിന്റെ മുഖത്ത് ഒട്ടിച്ച് നോക്കണോ? ഇക്ക പശ കുപ്പി എടുക്കും. കുപ്പി അടച്ചു നോക്കാം. വെള്ളത്തിന് എന്തായാലും ഫോഴ്സ് കൂടുതൽ. ഇട്ടിട്ട് നോക്കാം. വലിയ ഓട്ടം ഇടണം കേട്ടോ. വലിയ ഓട്ടം ഇട്ടു. ആ മതി വെള്ളം പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുമ്പോ അങ്ങനെ പൈപ്പ് പറഞ്ഞിട്ടല്ലോ. എന്നാ ഞെക്ക് നീ ഞെക്ക്. പ്രഷർ കൊടുക്ക്. ഇങ്ങോട്ട് തന്നെ കുറച്ചുകൂടെ പ്രസ അല്ല ഇതിന്റെ അകത്തൂടെ വരുന്നേ. ഞാൻ തിരുത്തി. അടപ്പ് ലൂസാ. അടപ്പ് അടച്ച് അടച്ചു കണ്ട. അടപ്പിക്കൂടെയാ? അല്ല അടപ്പിക്കൂടെ അല്ല. ഇതുണ്ടോ മര്യാദ കുട്ടിക്കുന്നതിന് മുമ്പ് നീ വലിച്ചോണ്ട് പോകുന്നു. ഞാൻ റേറ്റ് ചെയ്തേക്കാം. എനിക്കൊരു ചാൻസ് കൂടെ തരണം. പിന്നെ എത്ര ഉള്ള കുപ്പിക്ക് അത് ഞാനാ തീരുമാനിക്കുന്നത്. ഞങ്ങള് അതിന്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. ഇതിന്റെ ഷേപ്പ് മാറും. ഇതിന് ഞെക്കുമ്പോ ഇത് കണ്ടു. പൈപ്പ് ആര് കൊണ്ടുവന്നായിരുന്നു? ഈ കുപ്പി വെള്ളം ഒഴിക്കടാ. പേരില്ല സൈഡിൽ നിന്നൊക്കെ വരുന്നത്. സുഹൃത്തെ സമയം അടിക്കി. ഓ നീ കഴിഞ്ഞ് ഇങ്ങനെ അല്ല. ഇതേലല്ലടാ ഇത്. ഞാൻ പച്ച അടിച്ചതാ. പച്ച അടിപ്പിച്ചാ മതി. അപ്പൊ അവന് ചിപ്പി തുമ്പി ഇത് കഴിഞ്ഞ ഒരു ഇൻഡോർ ടാസ്ക് ആക്കാം. നിന്റെ പ്രൊഡക്റ്റ് വെച്ച് ആദ്യമായിട്ട് നീ കൊണ്ടുവന്ന ഒരു സാധനത്തിൽ ഉപകാരപ്പെടട്ടെ. ആ കഴിഞ്ഞ പാവയ്ക്ക് ഇട്ടിരിക്കുക. ഇത് മുഴുവൻ തീറ്റാണോ? ഞാൻ കൊണ്ടുവന്ന നിനക്കറിയായിരുന്നു ഇന്ന് പാവയ്ക്ക് കൊണ്ടുണ്ടാക്കുന്നത്? ഇല്ല. പിന്നെ അച്ഛന് ജൈവ കൃഷിയാ. ആ കേടുള്ളതും കൂടെ കളഞ്ഞു. അവന്റെ ഒരു ജൈവം ഇവിടെ. അത് മുഴുവൻ അത് പ്രോട്ടീനാ. മതിയടാ. ഇത്ര പോരടാ. അന്ന് അറിഞ്ഞടാ. ഒരു ഗ്ലാസ് നിറയണ്ടേ? ഗ്ലാസോ? 2 കപ്പായിട്ട് നല്ലപോലെ അടിച്ചോ. നല്ലപോലെ കലക്കി തരാം കേട്ടോ. യൂസ് ആയില്ലെങ്കിൽ നിനക്കും നീ കുടിക്കണം. ജ്യൂസ് നോക്കട്ടെ ഒഴിച്ചേ. അത് മുഴുവൻ കഷ്ണമാണോ? ജ്യൂസാടാ. പിന്നെ ആ മുകളിലത്തെ പതിവ് തട്ടി കളഞ്ഞു നോക്കട്ടെ. അടി കഷ്ടമാണോ? ഇതെന്നെ അത് മറ്റേ ഇതാ ഗാർണിഷ്. ഇതിന് ഇത്രേ ഞാൻ കുടിക്കുള്ളൂ. പിന്നെ ഇതാണ് ജ്യൂസ്. നീ കുടിക്കടാ ജ്യൂസ്. മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് വരാം. അയ്യോ നല്ല മാംഗോ ഷേക്കാന്ന് ഓർത്തും കുടിച്ചു. അങ്ങനെ വിചാരിക്കും. മൊത്തത്തിൽ കുടിച്ചോ. ടിവിക്കതൊക്കെ കണ്ടില്ല ടാസ്ക് കിട്ടുമ്പോ ശരിക്കും വലുതാവണ്ടേ? ഇങ്ങനെ വലുതാവണ്ടേ? കരയുന്ന എന്തിനാ പാവാ? ഒരു ഇത്തിരിയെ കുടിച്ചോളാം. ഇതെങ്ങനെയാണ് ഇത്ര കുടിക്കുന്നത്? ഇങ്ങനെ കരയുന്ന എന്തിനാ? ഒന്നുമില്ല. ഒറ്റ വലി. ഛർദിക്കുവാണെങ്കിൽ നമുക്ക് ആശുപത്രി അങ്ങനെ തോന്നുവാണെങ്കിൽ എന്നോട് പറയണം. ടൈമർ ഒക്കെ വേണം. 3 മിനിറ്റ്. 3 മിനിറ്റ് കുടിക്കണം. ആണോ?
അല്ലെങ്കിൽ എടാ നാരായണ അങ്ങനെ കുടിക്കാൻ പറ്റത്തില്ല അതങ്ങനെ കുടിക്കാൻ പറ്റത്തില്ല. ഛർദിക്കുന്നതാ. അതങ്ങനെ കുടിക്കാൻ പറ്റത്തില്ല. നീ അണ്ണാക്കിലോട്ട് ഒഴിച്ചിട്ട് വിഴുങ്ങണം. എരിയുന്നുണ്ടോ? കാണിച്ച് ഞാൻ കുടിച്ചു നോക്കട്ടെ. കാണിച്ച്. ഇത്രേ ഉള്ളൂ നമുക്ക് നോക്കണേ. കുഴപ്പമില്ലല്ലോ. എടാ അത് മാത്രം കുടിക്കണം, അവരോട് ഇച്ചിരി കുടിക്കാൻ പറ, ഇച്ചിരി ഏറെ. നല്ല ടേസ്റ്റ് ഉണ്ട്. മൊത്തം പീസാ. അതാ പാട്. ഒറ്റ വിഴുങ്ങി വിഴുങ്ങി അത് സാധനം അറിയത്തില്ല. അതേ രക്ഷയുള്ളൂ. ഓ എടാ നീ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ഛർദിച്ച് കാര്യമല്ലോ. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അടുത്ത തവണ ഫുൾ പച്ച അടിക്കുക. എന്നാ കൂടെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ നീ കുടിക്കുന്നേ. അല്ല, ഇനി എന്തെങ്കിലും സാഹചര്യം വന്നാലേ സേഫ്സ് ആണ്. അത് മൊത്തം കുടിക്കാമെങ്കിൽ കുട്ടുകുട്ടിക്ക് അത് ഓക്കെ. ഉറപ്പാണോ? ഉറപ്പാ. അല്ല, 4 പേര് ഒരുമിച്ച് അങ്ങ് പറഞ്ഞേ. ഈ ഒരു ഗ്ലാസ് കുട്ടുകുട്ടി കുടിച്ചു തീർക്കാമെങ്കിൽ അടുത്ത തവണ ഏത് പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും അടുത്ത തവണ ഞാൻ പറയുന്നത് സമയം. കുടിച്ചോ അവർക്കട ഉറപ്പാണോ? പറ്റിക്കത്തില്ല. ഞാൻ രക്ഷപ്പെട്ടു. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചോട്ടെ. നിനക്കിത് പറ്റുന്നുണ്ടല്ലേ? നീ മണ്ടൻ, നീ പൊട്ടനായി. അയ്യോ നീ ഇനിയുണ്ട്, വേണേ തരാം. മോളി വേണോ? ഞങ്ങളെല്ലാം ചുമ്മാ പറഞ്ഞാ. അല്ലാതെ നീ ഇങ്ങനെ വിദഗ്ധമായി പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. പാൽക്കായ ദിവസം ആണെങ്കിൽ പറഞ്ഞാ പോലെ പറഞ്ഞു. ടാസ്ക് കംപ്ലീറ്റഡ് പറഞ്ഞു. നീ പറഞ്ഞോ. അടുത്തതായി ആദർശ് തേമ്പ്രവാൽ അവതരിപ്പിക്കുന്ന തുമ്പി അവതരിക്കുന്ന പ്രൊഡക്ട്സ് തുമ്പി. അതിനാണ് നീ ഞെട്ടി ആ പാട്ട് പാടുമ്പോ? പിന്നെ മൊത്തം ഭാവമൊക്കെ മാറി. ഞെട്ടിയിട്ടില്ല. ഈ സവാള ഇങ്ങനെ രണ്ടായിട്ട് സവാളയല്ലല്ലോ. ഓ സോറി, ടൊമാറ്റോ. ഈ ബുദ്ധിശൂന്യന്മാരെ കൊണ്ട് തോറ്റിരിക്കണം. വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ചു, എന്നിട്ട് ഞാനത് ഒട്ടിക്കട്ടെ. നല്ല എപ്പീരിയൻസ് ആണല്ലോ. നെല്ലിന്റെ അത്ര എനിക്കില്ലടാ.